Good morning. Good morning, ma'am. Good morning, ma'am. Okay, Happy New Year. Happy New Year, ma'am. Happy New Year, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? എവിടെ വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയേ? ഡെത്ത് റേറ്റ് വരെ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ആ ഡെത്ത് റേറ്റ് എന്താന്ന് മീനിങ് പറഞ്ഞു അല്ലേ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഒരു ഡെത്ത് റേറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്? എന്താണ് ഒരു ഡെത്ത് റേറ്റ് എന്നാ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരുന്നു ഒരു ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞത്? എന്താണ് ഒരു ഡെത്ത് റേറ്റ്? Number of deaths. അതെ, നമ്പർ ഓഫ് സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്. അത് എന്തിന്റെയാണ് അടിസ്ഥാനത്തിലാണ്? ഒരു പർട്ടിക്കുലർ പോപ്പുലേഷന്റെ അല്ലെ, പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കി ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ, ഒരു പ്രത്യേക ടൈമില് എത്രത്തോളം ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്, ആ നമ്പർ ഓഫ് ഡെത്തുകളാണ്. അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ ആണ് അല്ലെങ്കിൽ കണക്കാക്കലാണ് നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? അവിടുത്തെ ആ ഒരു ടോട്ടൽ ഡെത്ത് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ വയനാടിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അവിടെ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിലാവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലാവാം, എത്രത്തോളം ലാർജ് സ്കെയിലിൽ അല്ലെ, എത്രത്തോളം മൊത്തം അവിടെ നടന്നിട്ടുള്ള ടോട്ടൽ ഡെത്തുകളുടെ എണ്ണം അല്ലെ, ആ ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് കാണുന്നത്. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഡെത്ത് റേറ്റ് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് ആ പോപ്പുലേഷനിൽ വരുന്ന ഡെത്തുകളുടെ എണ്ണമാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊരു ഇൻഡിക്കേറ്റർ എടുക്കുമ്പോഴും അവിടെ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് നിർബന്ധമായിട്ടും പറയും. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരു യൂണിറ്റ്, അതായത് പോപ്പുലേഷൻ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡെത്ത് റേറ്റ് കണക്കാക്കുന്നത്. അതായത് 1000 പീപ്പിളുടെ ഒരു കണക്കാണ്. 1000 ആളുകളില് എത്ര ആളുകൾ ആ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമിൽ, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര ആളുകൾ, 1000 ആളുകളെ എടുത്താൽ അതിൽ എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷേഴ്സ്. ഇനി ആ ഒരു ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലകളിലേക്കാണ് നമ്മൾ വരുന്നത്. നോക്കിയേ, കാൽക്കുലേറ്റിംഗ് എ മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ മരണനിരക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? The mortality rate formula used for the calculations according to the available statistics. എന്താ, നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കാൽക്കുലേഷൻസ് നടത്താനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് നോക്കിയ താഴെ മോർട്ടാലിറ്റി റേറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ജനറൽ ഫോർമുലയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി എന്താ? നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365. എന്താണ് ആ ഫോർമുല? മോർട്ടാലിറ്റി റേറ്റ് കാണാൻ, ഈ ഡെത്ത് റേറ്റ് കാണാനായിട്ടുള്ള ഫോർമുല ചോദിച്ചാല് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുണ്ടാവും. നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. ഈ ഒരു മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ എന്താണ് അവിടെ മോർട്ടാലിറ്റി ഫോർമുല കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്? ആ ഒരു റേറ്റ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഡെത്ത്, എത്ര നമ്പർ ഓഫ് ഡെത്ത് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അവിടെയുള്ള ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ അല്ലെ, നമ്മളൊരു സ്പെസിഫിക് പോപ്പുലേഷൻ എടുത്താണ് കണക്ക് നോക്കുന്നത്. ആ ഒരു ടോട്ടൽ പോപ്പുലേഷന്റെ എണ്ണം, അതിൽ എത്ര മരണങ്ങൾ സംഭവിച്ചു ഇൻറ്റു 1000 ടോട്ടൽ ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? ഫോർമുല ക്ലിയർ ആണോ? ആ ഒരു ജനറൽ ഫോർമുല ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ ഹോസ്പിറ്റൽ.
അപ്പൊ ഹോസ്പിറ്റലില് ഈ പറയുന്ന മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് കാണാനായിട്ട് ഒരു 3 ഫോർമുല നമ്മൾ പഠിക്കണം. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട ഫോർമുല ഫസ്റ്റ് വൺ ആണ് കേട്ടോ, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. അതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബാക്കി രണ്ടൊന്നും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. ഫസ്റ്റ് വൺ കേട്ടോ, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഹോസ്പിറ്റലില് മരണനിരക്ക് കണക്കാക്കാനായിട്ട് 3 ഫോർമുലാസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. നോക്കിയേ, എന്താണ് അതിന്റെ ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു ഗിവൺ പീരീഡില്, ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള മരണം അല്ലെ, ഡെത്തിന്റെ നമ്പർ, ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ പഠിച്ചില്ലേ? പഠിച്ചല്ലോ അല്ലെ? അപ്പൊ ഡിസ്ചാർജ് നടക്കുക എന്ന് പറയുമ്പോ അവിടെ ഡെത്ത് സംഭവിച്ചാലും എന്ത് നടക്കാറുണ്ട്? ഡിസ്ചാർജ് നടക്കാറില്ലേ? ഇല്ലേ? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോവുക എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നത് എന്താ? ആ ഒരു പേഷ്യന്റ് സ്വാഭാവികമായിട്ടും അവരുടെ രോഗം മാറി ഡിസ്ചാർജ് ആയി പോവുക എന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഒരാൾ മരിച്ചാലും ആ ഒരു പേഷ്യന്റ് മരണപ്പെട്ടാലും അവിടെ നമ്മൾ ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഡിനോമിനേറ്റർ അങ്ങനെ വന്നിരിക്കുന്നത്. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡില് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് ഒരിക്കലും ആ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന മരണം മാത്രമല്ല. അതാണ് അവിടെ നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്നത് അതുകൂടി പറയുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓൾ ദ ഡെത്ത് എന്താ? ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU മസ്റ്റ് ബി കൗണ്ടഡ്. എന്താണ്? ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് മരിക്കുന്നതാവാം, ICUയിലുള്ള നടക്കുന്ന മരണങ്ങളാവാം, അങ്ങനെ എല്ലാ മരണങ്ങളും, എല്ലാ ഡെത്തും നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്, ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ഡിനോമിനേറ്റർ ഓൾ ടൈപ്പ് ഓഫ് ഡിസ്ചാർജസ് മസ്റ്റ് ബി ടേക്കൺ ഇൻടു അക്കൗണ്ട്. ഇനി ഡിനോമിനേറ്ററിൽ ഏതാ? എല്ലാ തരത്തിലുമുള്ള ഡിസ്ചാർജുകളും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം ചില പേഷ്യൻസ് എന്ത് ചെയ്യും? ഡിസ്ചാർജ് വാങ്ങി ഇവിടുന്ന് പോയിട്ടുണ്ടാവും അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയത് അവർ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, നമ്മളിവിടെ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറയില്ലേ? ആ ഒരു ടൈം പീരീഡിനുള്ളില് അവർ ചിലപ്പോ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് മരണപ്പെടുന്നവരുണ്ടാവാം. ഡിസ്ചാർജ് വാങ്ങി അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി ഇവിടെ നിന്ന് പോയിട്ട് ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളില് മരിക്കുന്നവരുടെ കേസും കൂടി നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് അവിടെ ഡിനോമിനേറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഡെത്തും ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണം ഇൻറ്റു 100 വെച്ച് ചെയ്താൽ നമുക്ക് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നവരെയും കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യാം? ഡിസ്ചാർജിന് ശേഷം മരണപ്പെടാം അല്ലെ? അങ്ങനെ മരിച്ചു പോകുന്നവരുണ്ടാവുമല്ലോ. ആ ഒരു സ്പെസിഫിക് ചിലപ്പോൾ ഒരു മാസത്തെ കണക്കാവാൻ പറയും, അല്ലെങ്കിൽ ഒരു 30 ദിവസം, അല്ലെങ്കിൽ ഒരു 3 ദിവസം, അങ്ങനെ സ്പെസിഫിക് ടൈം പീരീഡ് പറയുമ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എത്ര ആളുകള് ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയിട്ടും മരണപ്പെട്ടിട്ടുണ്ട്, അവരെയും കൂടി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് അവിടെ ഡിനോമിനേറ്ററിൽ അതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നോക്കിയപ്പോ എന്താണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ആ ഒരു ഗിവൺ പീരീഡില് നമ്മുടെ ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഡെത്തുകളുടെ ആകെ number divided by total number of death discharges during that period. ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഡെത്തിന്റെയും ഡിസ്ചാർജുകൾ, ഡിസ്ചാർജ് കഴിഞ്ഞിട്ടും ആ ഒരു സ്പെസിഫിക് പീരീഡിൽ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടോ അതും കൂടി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻറ്റു 100 ചെയ്യുക. നോക്കിയേ, ഓൾ ദ ഡെത്ത്, എല്ലാ മരണങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്തും. അതായത് എമർജൻസിയിൽ നടക്കുന്നതാവാം, ICUവിൽ നടക്കുന്നതാവാം, എല്ലാ മരണങ്ങളും നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ഡിനോമിനേറ്റർ ഓൾ ടൈപ്പ് ഓഫ് ഡിസ്ചാർജസ് മസ്റ്റ് ബി ടേക്കൺ ഇൻടു അക്കൗണ്ട്. അപ്പൊ നോർമൽ ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നവരെയും മരണം കഴിഞ്ഞ ഡെത്ത് സംഭവിച്ച് ഡിസ്ചാർജ് ആയി പോകുന്ന കാര്യങ്ങളും കൂടി നമ്മളിവിടെ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ക്ലിയർ ആണോ?
എന്താണ് റിപ്ലൈ ഇല്ലാതെ? ഓക്കെ ആണോ? ഓക്കെ. Then second one നോക്കി, net mortality rate. എന്താണ് net mortality rate നോക്കി? Total number of deaths that occurred after 48 hours of admission of the patient. ഇവിടെ ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ട്. എത്ര മണിക്കൂറാണ്? 48 മണിക്കൂറില് അവിടെ ഉള്ളിൽ 48 മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളില് അവിടെ എത്ര പേഷ്യൻസ് ആണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്, അതിൽ എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ of death that occurred after 48 hours of admission of the patient, then divided by total number of death and discharge during that period into 100. അവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? Death occurring within 48 hours of discharge must be also be reckoned in numerator. എന്താ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞില്ലേ, ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുള്ളവരും ആ ഒരു സമയത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടി നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഡെത്ത് ഒക്യൂറിംഗ് വിത്തിൻ 48 hours. അപ്പൊ ആ ഒരു സമയപരിധി എന്ന് പറയുന്നത്, ഇവിടുത്തെ സമയപരിധി എത്രയാ? 48 മണിക്കൂറാണ്. ആ ഒരു 48 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള പേഷ്യൻസ്, അതിൽ എത്ര പേര് മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയിട്ട് 48 മണിക്കൂറിനുള്ളിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, ആ മരണവും കൂടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെക്കൺ ചെയ്യുന്ന കണക്കാക്കപ്പെടുന്നുണ്ട്. ദെൻ നോക്കി ആ ഒരു ഫോർമുല ഒന്നുകൂടി നോക്കി. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of admission of the patient. ഇവിടെ വരുന്ന പേഷ്യൻസ് 48 ഹവേഴ്സിനുള്ളില് 48 അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂറുകൾക്കുള്ളില് എന്ത് ചെയ്യുന്നുണ്ട്? മരണം സംഭവിച്ചവരുടെ ആകെ എണ്ണം. അതോടൊപ്പം നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യുന്നുള്ളതാണ് നോട്ടിൽ പറഞ്ഞത്. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുള്ള, അതിനുള്ളിൽ 48 മണിക്കൂറിൽ മരണപ്പെട്ടിട്ടുള്ളവരുടെയും കൂടി നമ്പർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അപ്പൊ അതിന്റെയൊക്കെ ഡിനോമിനേറ്റർ ഓൾമോസ്റ്റ് എങ്ങനെ തന്നെയാണ്? സെയിം തന്നെയാണ്. ന്യൂമറേറ്ററിലാണ് കൂടുതലും മാറ്റങ്ങൾ വരുന്നത്. നോക്കി, ഡിനോമിനേറ്ററിലെ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള എല്ലാ ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്? അത് രണ്ടും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പക്ഷെ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. Then third one നോക്കിയേ, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ICU സ്പെസിഫിക് ആണ്, അതായത് ICUവിൽ നടക്കുന്ന മരണത്തിന്റെ നിരക്കാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരിയഡ് കാണോ കേട്ടോ. അവിടെ പീരിയഡ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരിയഡ്, ഒരു നിശ്ചിത പീരിയഡ് അല്ലെങ്കിൽ കാലയളവില്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ്, ഡിവൈഡഡ് ബൈ എന്നുണ്ട് കേട്ടോ അവിടെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. എന്താണ് ആ ഒരു ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റിൽ പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരിയഡ്, ആ ഒരു ഗിവൺ പീരിയഡില് എത്ര ആളുകളാണ് ICUവിൽ കിടപ്പിലായിട്ടുള്ള, എത്ര ആളുകളാണ് മരണപ്പെട്ടത് അല്ലെ, അവരുടെ ആകെ, ആ ഡെത്തിന്റെ ആകെ എണ്ണം, ഡിവൈഡഡ് ബൈ the total number of patients discharged from ICU in that period. എന്താ നമുക്കറിയാം, ഡെത്ത് സംഭവിച്ചാലും നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലാത്ത കേസുകളിലും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ICUവിൽ നടന്നിട്ടുള്ള എത്ര പേഷ്യൻസിനെയാണോ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത്, അവരുടെ ആകെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ്, ആ ഒരു സമയപരിധിക്കുള്ളില് എത്ര പേഷ്യൻസ് ആണ് ICUവിൽ കിടപ്പിലായിട്ടുള്ള എത്ര പേഷ്യൻസ് ആണ് മരണപ്പെട്ടത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ സമയം, അതേ സെയിം സമയപരിധിക്കുള്ളില് ICUവിൽ നിന്ന് എത്ര പേര് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്, അതിന്റെ ആകെ നമ്പർ ഇൻറ്റു 100. കിട്ടിയോ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്? ക്ലിയർ ആണോ?
Okay. Then next note ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു നോക്കി. On similar lines, condition specific or specialty specific death rates can also be calculated, like maternity mortality rate, etc. എന്താണ് ദോയിബ? ഏതാണ് ക്ലിയർ? ഏതാണ് പറയേണ്ട? ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് ആണോ? ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ്. ആ ഒരു സമയപരിധി നമ്മൾ തന്നിട്ടുണ്ട് അല്ലെ, ആ ഒരു ഗിവൺ പീരീഡിൽ. അതിന് മുന്നേ ഉള്ളതും പറയണോ? ഓക്കെ, ഇപ്പൊ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് നോക്കി. ആ ഒരു ഗിവൺ പീരീഡിൽ, ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് ICUലുള്ള പേഷ്യൻസിൽ എത്ര പേര് മരണപ്പെട്ടു, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ എത്ര പേഷ്യൻസ് ആണ് ICU നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ളത്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100 ചെയ്താല് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. ഇനി നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 48 മണിക്കൂർ എന്നുള്ള സ്പെസിഫിക് ടൈം പീരീഡ് നമുക്ക് പറയുന്നത്. ആ ഒരു 48 മണിക്കൂറിനുള്ളിൽ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ നോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, അവിടെ നിന്ന് 48 മണിക്കൂറിൽ ഡിസ്ചാർജ് ആയി പോയിട്ടുള്ളവരിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്, അതുകൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകളുടെ ആകെ എണ്ണം ഇൻറ്റു 100 ചെയ്താൽ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. Then next നോക്കി, നമ്മുടെ ക്ലിയർ ആണോ തോയ്ബ? ഓക്കെ, then നോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, on similar lines, the condition specific or specialty specific death rate can also be calculated. അപ്പൊ നമുക്ക് ഇതേ മെത്തേഡുകളിൽ തന്നെ നമുക്ക് പല സ്പെസിഫിക് ആയിട്ടുള്ള ഡെത്ത് റേറ്റുകളും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, എന്താ പ്രസവ സംബന്ധമായിട്ടുള്ള മരണനിരക്കുകളൊക്കെ നമുക്ക് ഇതേപോലെയുള്ള കാൽക്കുലേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്തായിരിക്കും? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോ? ഇൻഫന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടികൾ അല്ലെ, ശിശു മരണനിരക്കാണ്. ശിശു മരണനിരക്കാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺസ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക് ഏരിയ, ദാറ്റ് ഈസ് കൺട്രി, സ്റ്റേറ്റ് ഓർ എക്സെട്ര. രണ്ട് പ്രാവശ്യമുള്ള കൺട്രി എന്നുള്ളൊരു വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. Then dying under 1 year of age divided by the number of resident live births for the same geographic area for a prescribed time, normally a calendar year, and multiplied by 1000. എന്താണ് ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ശിശു മരണ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺസ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു കൺട്രി ആവാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് റെസിഡന്റ് ആയിട്ടുള്ള, അവിടെ താമസക്കാരായിട്ടുള്ളവരിൽ എത്ര പുതിയ കുട്ടികളാണ്, നവജാത ശിശുക്കളാണ് ജനിച്ചിട്ടുള്ളത് അല്ലെ? അങ്ങനെ ആ ഒരു ജനിച്ച നവജാത ശിശുക്കളിൽ ഡൈയിങ് അണ്ടർ 1 year ഓഫ് ഏജ്, ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ എണ്ണമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിലൂടെ കാണുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ, അതിപ്പോ ഒരു രാജ്യത്തിന്റെ കണക്കാവാം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, സംസ്ഥാനത്തിന്റെ കണക്കാവാം, അങ്ങനെ ഒരു കൺട്രിയിലാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ അവിടുത്തെ താമസക്കാരായിട്ടുള്ളവരില് എത്ര കുട്ടികൾ പുതുതായി ജനിച്ചു, നവജാത ശിശുക്കൾ, ജനിച്ച നവജാത ശിശുക്കൾ അല്ലെ? ആ ലൈവ് ബർത്ത്, റെസിഡന്റ് ലൈവ് ബർത്ത്, അവിടെ ജനിച്ചിട്ടുള്ള, അവിടെ താമസക്കാരായിട്ടുള്ളവരിൽ
1990 എത്ര നവജാത ശിശുക്കൾ ജനിച്ചിട്ടുണ്ട്, അതിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികൾ ഇതുപോലെയുള്ള കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഫോർ ദ സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ ഫോർ എ പ്രിസ്ക്രൈബ്ഡ് ടൈം. എന്താണ് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയപരിധി എന്ന് പറയുന്നത് നോർമലി കലണ്ടർ ഇയർ. എന്താണ് നോർമലി നമ്മൾ പറഞ്ഞ ഒരു കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്, എത്ര സമയമാണ് കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാല്? ഒരു കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മാസം അല്ലെങ്കിൽ ഒരു വർഷമല്ലേ, അല്ലെ? ആ ഒരു വർഷത്തെ അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു വർഷത്തെ കണക്കാണ് മൾട്ടിപ്ലൈഡ് ബൈ 1000. ഇവിടെ നമ്മൾ ആ ഒരു ഫോർമുല തന്നെ ഒന്ന് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നോക്കി, അപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു സ്പെസിഫിക് ടൈം പീരീഡ്, അതായത് ഇവിടെ നോർമലി പറയുന്നത് ഒരു വർഷത്തെ കണക്കാണ്. ആ ഒരു വർഷത്തില് അവിടെ ജനിച്ചിട്ടുള്ള നവജാത ശിശുക്കളിൽ എത്ര കുട്ടികൾ, ഒരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികൾ മരണപ്പെട്ടു, അതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. കിട്ടിയോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അതിന്റെ കാൽക്കുലേഷൻ നോക്കിയേ. The number of resident infant divided by death. The number, അതൊന്നും ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. The number of resident infant ഡെത്തുകൾ അവിടെ വരെയാണ് ആ ഒരു ഫസ്റ്റ് ന്യൂമറേറ്റർ വരുന്നത് കേട്ടോ. ഡിവൈഡഡ് ബൈ the number of resident live births into 1000 എന്നാണ് ആ ഫോർമുല. ഫോർമുല ഒന്ന് കറക്റ്റ് ചെയ്തേ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫാന്റ് ഡെത്ത് അവിടെ വരെയൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ ഇടാം. അവിടെയാണ് ഡിവൈഡഡ് ബൈ വരുന്നത് കേട്ടോ. ഡെത്ത് കഴിഞ്ഞിട്ട് നോക്കിയേ. നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ വരുന്നത് അത്ര വരെയാണ്. ഇനി ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താ? നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻടു 1000. ഇവിടെ എന്താ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ താമസക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇതായിട്ടുള്ള റെസിഡന്റ് അല്ലെ, അവിടെ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ സ്ഥിര താമസക്കാരായിട്ടുള്ള ഇവരിൽ എത്ര പുതിയ കുട്ടികൾ അല്ലെ ലൈവ് ബർത്ത്, എത്ര പുതിയ നവജാത ശിശുക്കളാണ് ജനിച്ചത്, അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അതിൽ എത്ര കുട്ടികൾ ജനിച്ചു? ഇപ്പൊ 1000 കുട്ടികളാവാം, അല്ലെങ്കിൽ എന്താ ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ടാവും അല്ലെ, ഒരു വർഷത്തെ കണക്കല്ല എടുക്കുന്നത്. അപ്പൊ ആ ഒരു അത്രയും കുട്ടികളാണ് ഒരു വർഷത്തിനുള്ളിൽ അവിടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പൊ ഒരു സംസ്ഥാനമാണ് എടുക്കുന്നത്. ആ ഒരു സംസ്ഥാനത്ത് ഒരു വർഷത്തിൽ എത്ര പുതിയതായി എത്ര കുട്ടികൾ ജനിച്ചു, ആ ഒരു കണക്ക്. അതിൽ എത്ര പേര് ആ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു ഇൻടു 1000 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫാന്റ് ഡെത്ത് അവിടെ മരണപ്പെട്ട കുട്ടികളുടെ എണ്ണം, ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ട നവജാത ശിശുക്കളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് അവിടെ ജനിച്ച കുട്ടികളുടെ, ആ ഒരു വർഷത്തിനുള്ളിൽ ജനിച്ച കുട്ടികളുടെ ആകെ എണ്ണം ഇൻടു 1000. കിട്ടിയോ കാൽക്കുലേഷൻ? ക്ലിയർ ആണോ ആ ഒരു ഫോർമുല? ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഫോർമുല നോക്കിയാൽ മതി കേട്ടോ. എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അവിടുത്തെ നിങ്ങൾ കാൽക്കുലേഷനിലേക്ക് ആ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ക് തന്നിരിക്കുന്നതാണ്. നോക്കിയേ, ഇവിടെ ഇൻഫാന്റ് ഡെത്തുകൾ, അതായത് 2008 സ്റ്റേറ്റ് റെസിഡൻസ് സംസ്ഥാനത്തിന്റെ 2008 കണക്ക് പ്രകാരമുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. നോക്കിയേ, 2008 ഒരു കണക്കാണ്, ആ ഒരു വർഷത്തെ കണക്കാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഇയർ കിട്ടിയില്ലേ നമുക്ക്? ആ ഒരു വർഷത്തില് ഒരു സ്റ്റേറ്റില് ഒരു സംസ്ഥാനത്ത് എത്ര കുട്ടികള് മരണപ്പെട്ടിട്ടുണ്ട്? ഇൻഫാന്റ് ഡെത്ത് 1300 ഇൻഫാന്റ് ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയും കുട്ടികൾ ആ ഒരു വർഷം അവിടെ നവജാത ശിശുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇനി എത്ര കുട്ടികളാണ് അവിടെ സ്റ്റേറ്റ് റെസിഡൻസില് ലൈവ് ബർത്തുകൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ള ആ ഒരു വർഷം ജനിച്ചിട്ടുള്ള ആകെ നവജാത ശിശുക്കളുടെ എണ്ണം എത്രയാണ്? 1,50,000 കുട്ടികളാണ് ആ ഒരു വർഷം ആ ഒരു സ്റ്റേറ്റില് ജനിച്ചിട്ടുള്ള കുട്ടികള്. അതിൽ എത്ര പേരാണ് മരണപ്പെട്ടെന്ന് പറഞ്ഞേ? ആ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ നവജാത ശിശുക്കളുടെ എണ്ണം എത്രയാണ്? 1300 ആണ്. കിട്ടിയോ ഇത് രണ്ടോ? ഇനി നിങ്ങൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? ആ ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ഫോർമുലയിൽ ന്യൂമറേറ്ററിൽ എത്ര കൊടുക്കണം? ന്യൂമറേറ്ററിൽ എന്താ പറയുന്നത്? ന്യൂമറേറ്ററിൽ നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫാന്റ് ഡെത്ത് അവിടെ മരിച്ചിട്ടുള്ള നവജാത ശിശുക്കളുടെ എണ്ണം എത്രയാണ്? ഇവിടെ മരിച്ചിട്ടുള്ള നവജാത ശിശുക്കളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞേ? എത്രയാണ് മരിച്ചിട്ടുള്ളത്? അതെ, 1300 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. എത്ര കുട്ടികൾ ജനിച്ച എത്ര കുട്ടികളിലാണ് 1300 പേര് മരിച്ചു പോയത്? അപ്പൊ അവിടെ ഡിനോമിനേറ്ററിൽ എത്ര വരും?
ടോട്ടൽ അവിടെ ലൈവ് ബർത്ത് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ ജനിച്ചിട്ടുള്ള ഒരു വർഷം ജനിച്ചിട്ടുള്ള ആകെ നവജാത ശിശുക്കളുടെ എണ്ണം എത്രയാ? 1,50,000. അതിൽ 1,300 കുട്ടികള് മരണപ്പെട്ടിട്ടുണ്ട്. ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഞങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ കാൽക്കുലേഷൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് എന്താണ്, അവിടെ ഓൾറെഡി കാൽക്കുലേഷൻ ചെയ്തപ്പോൾ അതിന്റെ ആൻസർ കിട്ടിയത് എത്രയാ? 8.7 infant death per 1000 live birth in 2008 എന്ന സ്റ്റേറ്റ് റെസിഡൻസ്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോപ്പുലേഷൻ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് എപ്പോഴും കണക്കാക്കുന്നത്. അതുകൊണ്ട് റേറ്റ് കണ്ടാൽ പോലും അത് 1000 ആളുകൾക്ക് അല്ലെങ്കിൽ 1000 ലൈവ് ബർത്തുകളില് എത്ര ആളുകൾ മരണപ്പെട്ടു, അതിന്റെ റേറ്റ് നമ്മൾ ആ ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ 1000 പേരിൽ എത്ര പേര് മരണപ്പെട്ടു എന്ന രീതിയിൽ ആ ഒരു യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ആ ഫോർമുല ഒന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനായിട്ടൊന്നും വരില്ല. ജസ്റ്റ് ആ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ വരുള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം കൂടിയാണ് ഇതിൽ വരുന്നത്, ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ എല്ലാത്തിലും ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫോർമുലാസിനെ പറ്റി പഠിക്കാറില്ലേ? അതുപോലെ ഹോസ്പിറ്റലില് ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത് എങ്ങനെയാണ്? അതിന്റെ ഫോർമുലയാണ് ലാസ്റ്റ് തന്നിരിക്കുന്നത്. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ ഗിവൺ പീരീഡ്. ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ നിശ്ചിത പീരീഡിനുള്ളിൽ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഇൻഫന്റ് ഡെത്തുകളുടെ ശിശു മരണ നിരക്കുകളുടെ ആകെ എണ്ണം. ശിശുക്കൾ എത്ര ശിശുക്കളാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫാന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലയളവില് എത്ര കുട്ടികളെയാണ് അല്ലെങ്കിൽ എത്ര ശിശുക്കളെയാണ് ഡിസ്ചാർജ് ആയിട്ടുള്ളതും അവിടെ നിന്ന് ഡെത്ത് ആയിട്ടുള്ളതും ആയിട്ടുള്ള എല്ലാത്തിന്റെയും നമ്പർ, ആകെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100 ചെയ്യുക. ഇതാണ് ഇൻ ഹോസ്പിറ്റലില് നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ആ ഒരു ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഇൻഫന്റ് ഡെത്തുകളുടെ ആകെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു കാലയളവിൽ അവിടെ ഹോസ്പിറ്റലിൽ ആ ഒരു കാലയളവിൽ നടന്നിട്ടുള്ള ഇൻഫന്റ്സിന്റെയും കുട്ടികളുടെ ഡിസ്ചാർജും ഡെത്തുകളുടെയും ആകെ നമ്പർ ഇൻറ്റു 100 ചെയ്യുക. കിട്ടിയോ? ക്ലിയർ ആണോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആ ഒരു ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. Then next നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്, പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. എന്താണ് ഒരു പ്രിവാലൻസ് എന്ന് പറഞ്ഞാല്? പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്ന് പറഞ്ഞാൽ രോഗവ്യാപന നിരക്ക് അല്ലെ? നമ്മുടെ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ പ്രിവാലൻസ് ഓഫ് ഡിസീസ്, രോഗവ്യാപന നിരക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. നോക്കിയേ, പ്രിവാലൻസ് ഈസ് റെഫർഡ് ടു ആസ് എ പ്രിവാലൻസ് റേറ്റ്. പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ പ്രിവാലൻസ് രോഗവ്യാപന നിരക്ക് നമ്മൾ നോക്കുന്നത് എന്താണ്? Is the proportion of persons in a population who are affected with a particular disease or attribute at a specified time point in time or over a specified period. എന്താ? ഒരു നിശ്ചിത കാലയളവില് അല്ലെ, ഒരു സ്പെസിഫിക് പീരീഡ് എവിടെയും പറയുന്നുണ്ട്. ഒരു നിശ്ചിത കാലയളവില് ഒരു നിശ്ചിത ഒരു സമയപരിധിക്കുള്ളില് എത്ര ആളുകൾക്ക് ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗമോ ഒരു പ്രത്യേക അവസ്ഥയോ ബാധിച്ചിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതമാണ് നമ്മുടെ പ്രിവാലൻസ് റേറ്റിലൂടെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നമുക്ക് അതല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഒരുപാട് ആളുകൾക്ക് കോവിഡ് വന്നില്ലേ? അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് ആ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം പറയുന്നത്, ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് എത്ര ആളുകൾക്കാണ് ഈ പറയുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ എന്താ ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയോ ബാധിച്ചിട്ടുള്ള ആളുകളുടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതമാണ് നമ്മുടെ പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? അപ്പൊ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്ന് പറഞ്ഞാൽ രോഗവ്യാപന നിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഈ പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് പീരീഡ്, ഒരു നിശ്ചിത കാലയളവില് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളില് എത്ര ആളുകൾക്കാണ് ഒരു പ്രത്യേക രോഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥ ബാധിച്ചിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുടെ അനുപാതമാണ് നമ്മുടെ പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര പേർക്ക് ഇങ്ങനെയുള്ള രോഗം ബാധിച്ചിട്ടുണ്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമില് ആ പോപ്പുലേഷനിലുള്ള എത്ര ആളുകൾക്ക് ഇങ്ങനെയുള്ള രോഗം അല്ലെങ്കിൽ ഒരു അവസ്ഥ ബാധിച്ചിട്ടുണ്ട്, അഫക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പ്രൊപ്പോർഷൻ. ക്ലിയർ ആണോ? പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്താണെന്ന് മനസ്സിലായോ? പ്രിവാലൻസ് റേറ്റ് ക്ലിയർ ആണോ? പ്രിവാലൻസ് റേറ്റ്. ഓക്കെ. Then next നോക്കിയേ, prevalence is a measure of disease that let us determine a person likelihood of having a disease. എന്താണ് prevalence എന്ന് പറയുന്നത്? ഇതൊരു മെഷർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? രോഗത്തിനെ കുറിച്ച് നമുക്ക് ആ ഒരു ഡിസീസ് അല്ലെങ്കിൽ രോഗം എത്രത്തോളം ഉണ്ട്, എത്ര ആളുകൾക്ക് ഈ രോഗം വന്നിട്ടുണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. Let us determine a person likelihood of having a disease. ഇനി എത്രത്തോളം ആളുകൾക്ക് ഈ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കും. നമുക്ക് അറിയാൻ പറ്റും ഒരു പോപ്പുലേഷനില് എത്ര ആളുകൾക്ക് ഓൾറെഡി ഈ ഒരു അവസ്ഥ, ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്, ഈ എത്ര പേർക്ക് ഈ ഒരു രോഗം വരാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെ? അതാണ് ലൈക്ലിഹുഡ് ഓഫ് ഹാവിങ് എ ഡിസീസ്. ആ ഒരു രോഗം വരാനായിട്ട് എത്ര ആളുകൾക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കാനായിട്ട് നമുക്ക് ഈ പ്രിവാലൻസ് റേറ്റ് മെഷർ ചെയ്യുന്നത് സാധിക്കുന്നു. So the number of prevalent cases is the total number of cases of disease that existing in a population. അല്ലെ? നമുക്കറിയാം ഒരു പോപ്പുലേഷനിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ്, എത്ര ആളുകൾക്കാണ് അവിടെ രോഗം ബാധിച്ചിരിക്കുന്നത്, അതിന്റെ ആകെ എണ്ണം തന്നെയാണ് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതൊരു കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ എത്രയാണ് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ്, എത്ര നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ്. എത്ര പേർക്കാണോ ആ രോഗം ബാധിച്ചിരിക്കുന്നത് അവരുടെ ആകെ എണ്ണം തന്നെയാണ് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസ് എന്ന് പറയുന്നതും. അപ്പൊ ആ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ആ പോപ്പുലേഷനിലെ നിലവില് എത്ര ആളുകൾക്കാണ് ആ രോഗം ബാധിച്ചിരിക്കുന്നത് അതിന്റെ ആകെ എണ്ണം തന്നെയാണ് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസ് എന്ന് പറഞ്ഞാലും. Then the prevalence is measured by dividing the number of persons with the disease or condition. അപ്പൊ അവിടെ ഒരു ഫോർമുലയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കി നിങ്ങള്, the prevalence is measured by, എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? by dividing the number of persons with the disease or condition at a particular time point by the number of individuals examined. എന്താ നമ്മൾ അറിയാലോ, ഇപ്പൊ കോവിഡ് സമയത്ത് ഒരുപാട് പേര് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ? ഇല്ലേ? ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ? ഇപ്പൊ ആ ഫോമില് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവണമെങ്കിൽ അത് എന്താണ് അതൊന്ന് ആലോചിച്ചാൽ മതി കേട്ടാ. നമുക്കറിയാം ആ കോവിഡ് സമയത്ത് ഇപ്പൊ വഴികൂടെ പോണവരെ വരെയും പിടിച്ച് എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അല്ലെ? അപ്പൊ അതിൽ ആ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്ന എല്ലാവരും പോസിറ്റീവ് ആവാറുണ്ടോ? എല്ലാവരും പോസിറ്റീവ് ആവാറുണ്ടോ? എല്ലാവരും പോസിറ്റീവ് ആവോ? പരിശോധിച്ച് നോക്കുന്ന എല്ലാവരും ഇല്ല അല്ലെ? അതിലുള്ള കുറച്ചു പേര് പോസിറ്റീവ് ആവും, അല്ലാത്തവർക്ക് നെഗറ്റീവ് ആവും അല്ലെ? അപ്പൊ അതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ അപ്പൊ ആ ഒരു ഫോർമുല നിങ്ങൾക്ക് അപ്പൊ പെട്ടെന്ന് കിട്ടും. നോക്കിയേ, ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പോയിന്റ് ബൈ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്. എന്താ അവിടെ ഒരുപാട് ആളുകളെ പരിശോധിച്ചിട്ടുണ്ട് അല്ലെ? അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. എന്താ? ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്. ഒരു 100 പേരെ പരിശോധിച്ചു. ആ 100 പേരാണ് എന്തെന്ന് പറയുന്നത്? എക്സാമിൻ ചെയ്ത് അല്ലെങ്കിൽ പരിശോധിച്ച വ്യക്തികളുടെ എണ്ണം. അതാണ് 100 എന്ന് പറയുന്നത് അല്ലെ? അത് ഡിനോമിനേറ്ററിൽ വരും. ഇനി അതിൽ എത്ര പേർക്കാണ് ഈ രോഗം അല്ലെങ്കിൽ ഈ അവസ്ഥ എന്ത് ചെയ്യുന്നത്? സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ക്ലിയർ ആയോ? ദ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പോയിന്റ്. ആ ഒരു പ്രത്യേക സമയത്ത് എത്ര ആളുകൾക്കാണ് ഈ രോഗം അല്ലെങ്കിൽ ഈ അവസ്ഥ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് അവരുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്. അവരെ പരിശോധിച്ച ആകെ ഇൻഡിവിജ്വൽസിന്റെ എണ്ണം. കിട്ടിയോ? പ്രിവാലൻസ് കാണാനുള്ള ഇക്വേഷൻ മനസ്സിലായോ?
ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ആ ഒരു പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി നമുക്ക് പറയാം. ഇവിടെ രോഗവ്യാപന നിരക്കാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗം പറയുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഒരു കോവിഡിന്റെ കേസ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ഇവിടെ രോഗവ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ പകർച്ചവ്യാധി. ഇപ്പൊ നമുക്കറിയാം കോവിഡ് ഒക്കെ എങ്ങനെയാ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് പകരുന്നു പോകുന്നതല്ലേ. അതുപോലെയുള്ള പകർച്ചവ്യാധികൾ മാത്രമല്ല ഇവിടെ നമ്മൾ വിളിച്ചു നോക്കുന്നത്, എല്ലാ തരത്തിലുള്ള ഡിസീസുകളുടെയും വ്യാപന നിരക്ക് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ പകർച്ചവ്യാധികൾ മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ഡയബറ്റിക്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കാർഡിയോവാസ്കുലർ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെ എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികൾ അല്ലാത്തവയുടെയും കൂടിയും റേറ്റ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പോലും അത് മാത്രമാണ് ജനറലൈസ് ചെയ്യരുത്. അതിനുള്ളിൽ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും നമ്മൾ ഈ ഒരു റേറ്റ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കിയ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്, രോഗവ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു നിശ്ചിത കാലയളവില് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര ആളുകൾക്കാണ് ഒരു പർട്ടിക്കുലർ രോഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗം അല്ലെങ്കിൽ ഒരു അവസ്ഥ ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അനുപാതമാണ് നമ്മളിവിടെ പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ രോഗവ്യാപന നിരക്കിലൂടെ കണ്ടെത്തുന്നത്. അപ്പൊ അതിലെ പ്രിവാലൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാം അല്ലെ. ഒരു രോഗവ്യാപനം എത്രത്തോളം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു രോഗം എത്രത്തോളം ആളുകളെ ബാധിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അളക്കാനായിട്ട് ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ എത്ര ആളുകൾക്ക് ഇനി രോഗം ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് ഇതുവഴി നിർണ്ണയിക്കാൻ സാധിക്കും. ഒരു പോപ്പുലേഷനിലെ ഒരു പോപ്പുലേഷനിലെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. ഒരു പോപ്പുലേഷനിൽ എത്ര പേർക്ക് അത് ബാധിച്ചിട്ടുണ്ട്, രോഗങ്ങൾ വന്നിട്ടുണ്ട്, ഇനി എത്ര പേർക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോപ്പുലേഷനിലെ നിലവിലുള്ള എത്ര പേർക്കാണ് ഡിസീസസ് ഉള്ളത്, ഇങ്ങനൊരു രോഗം വന്നിട്ടുള്ളത്, ആ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം തന്നെയാണ് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസ് എന്ന് പറഞ്ഞാലും. ഇനി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, അതിന്റെ ഫോർമുല നമുക്ക് ശരിക്കും ഫോർമുലയായിട്ടല്ല തന്നിരിക്കുന്നത്, ജസ്റ്റ് അതവര് എന്ത് ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാണ്ട് നിങ്ങൾ എന്താണ് ആ ഫോർമുല പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നത്, ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്തിൻ ദ ഡിസീസ് ഓർ കണ്ടീഷൻ അതേ പർട്ടിക്കുലർ ടൈം പോയിന്റ്. ആ ഒരു പ്രത്യേക സമയപരിധിക്ക് എത്ര ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു രോഗം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്, അവരുടെ നമ്പർ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്, അവരെ പരിശോധിച്ചിട്ടുള്ള ആളുകൾ ഇൻഡിവിജ്വൽസിന്റെ ആകെ നമ്പർ. ഓക്കെ ആണോ? പ്രിവാലൻസ് ഓഫ് എ ഡിസീസിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. Then prevalence importance, നമ്മുടെ prevalence അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ്? The prevalence and incidence of a disease are among the most basic measures in epidemiology. And എന്താണ് the prevalence, incidence, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഇൻസിഡൻസ്. ഓരോ സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അത് നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പ്രിവാലൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രിവാലൻസും ഇൻസിഡൻസും എല്ലാം ഒരു രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ടും. അപ്പൊ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രിവാലൻസ് ആയാലും ഇൻസിഡൻസ് ആയാലും എന്താ മോസ്റ്റ് ബേസിക് മെഷേഴ്സ് ഇൻ എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? സാംക്രമിക രോഗശാസ്ത്രം അല്ലെ. ആ ഒരു എപ്പിഡെമിയോളജി, ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട ആ ഒരു എപ്പിഡെമിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് മെഷേഴ്സ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ നടപടികൾ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് അളക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ എന്താണ്, രണ്ട് മെഷേഴ്സ് ആണ് പ്രിവാലൻസും ഇൻസിഡൻസും എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം പ്രിവാലൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ ഇൻസിഡന്റ് റേറ്റുകൾ എടുത്താണെങ്കിലും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള രോഗവ്യാപനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് എത്ര പേർക്ക് രോഗം വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു മെഷറാണ് പ്രിവാലൻസ് റേറ്റും ഇൻസിഡന്റ് റേറ്റും എന്ന് പറയുന്നത്. Then prevalence is a measure of the load of disease in a population in a given location at a particular time as represented in a count of the number of people affected. എന്താ ഇവിടെ നമുക്ക് പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ മെഷർ ഓഫ് ലോഡ് ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ ഒരു ഗിവൺ ലൊക്കേഷൻ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ പോപ്പുലേഷനിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പ്രത്യേക സമയപരിധിയിൽ എത്ര ആളുകൾക്കാണ് ഈ രോഗം ബാധിച്ചത്
ബാധിച്ചിട്ടുള്ളത് അല്ലെ. അവിടെ നമ്മൾ ആ ഒരു ലോഡ് ഓഫ് ഡിസീസ്, ആ ഒരു ഡിസീസിന്റെ എന്താണ് അവരെ അഫക്ട് ചെയ്യുന്നതിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ അവിടെ എത്ര ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ മെഷർ ചെയ്ത് അല്ലെങ്കിൽ അളക്കുകയാണ് പ്രിവാലൻസ് എന്നതുകൊണ്ട്. ആൻഡ് ആസ് റെപ്രസെന്റഡ് ഇൻ എ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് അല്ലെ. എത്ര പേർക്ക് ഇത് ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ അഫക്ട് ചെയ്യുന്ന ആളുകളെ, എത്ര ആളുകളെയാണ് ഈ പറയുന്ന ഡിസീസ് അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നതിന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കണക്കാക്കാൻ അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു പ്രിവാലൻസ് വഴി റേറ്റ് എടുക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു എപ്പിഡെമിയോളജി അല്ലെങ്കിൽ എന്താ സാങ്കേതിക രോഗശാസ്ത്രത്തിൽ എത്രത്തോളം ആളുകൾക്ക് ഈ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്, ഇനി എത്രത്തോളം ആളുകൾക്ക് അല്ലെങ്കിൽ പോപ്പുലേഷൻ എത്ര ആളുകൾക്ക് ഇനി അത് വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു മെഷർ അല്ലെങ്കിൽ എന്താ ഒരു അളവാണ് ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുക, ഇൻസിഡന്റ് റേറ്റ് എടുക്കുക എന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ പ്രിവാലൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സമയപരിധിക്കുള്ളിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയിൽ എത്ര ആളുകൾക്ക് ഈ രോഗങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു രോഗം പർട്ടിക്കുലർ ഡിസീസ് എത്ര ആളുകളെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്ത് കണ്ടെത്താനായിട്ട് ഈ പ്രിവാലൻസ് റേറ്റ് വഴി സാധിക്കുന്നുണ്ട്. കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്, എത്ര ആളുകളെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് ഇതുവഴി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾറെഡി മിസ് പറഞ്ഞിരുന്നു, നമ്മളൊരു കോവിഡ് എന്ന് പറയുന്ന പോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ എന്താ പകർച്ചവ്യാധികളെ മാത്രമല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, എല്ലാ രീതിയിലുമുള്ള ഡിസീസുകളും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം പറയാൻ പോകുന്നത് ദ ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്, ഏറ്റവും കൂടുതൽ രോഗവ്യാപന നിരക്കുള്ള രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ദ കാർഡിയോവാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്. എന്താണ് NCD എന്ന് പറഞ്ഞാൽ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികളല്ല ഇത് അല്ലെ. നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള് അറിയില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലെ. അതല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൂടുതലും കാണുന്നത്. നമ്മുടെ ഒരു പോപ്പുലേഷൻ എടുത്താല് ഏറ്റവും കൂടുതൽ രോഗികൾ ഏതായിരിക്കും? ഇങ്ങനെയുള്ള കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ ഉള്ള ആളുകൾ തന്നെയല്ലേ അല്ലെ. ഇപ്പൊ കോവിഡ് കാര്യങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന കാർഡിയോവാസ്കുലർ ഡിസീസ് പോലെയുള്ളവ ഒരു പോപ്പുലേഷനിൽ എടുത്ത ഒട്ടുമിക്ക ആളുകൾക്കും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രോഗങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെ. നിങ്ങൾക്കറിയില്ലേ, ഓൾറെഡി നമ്മുടെ പോപ്പുലേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗവ്യാപന നിരക്ക്, രോഗവ്യാപനം എന്ന് പറയുമ്പോൾ പകർന്നു വ്യാപിക്കുന്ന എന്നുള്ളൊരു മീനിങ് അല്ലാണ്ട് ഇവിടെ വരുന്നത്. രോഗവ്യാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഏത് രോഗമാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ സ്ഥിരീകരിക്കുന്ന രോഗങ്ങൾ ഏതാണ്, അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കി, ഫസ്റ്റ് നമ്മൾ പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളുടെ ഗണത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? കാർഡിയോവാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. And or 17.9 million people yearly, ഓരോ വർഷവും സെയിം കണക്കാണ് പറയുന്നത് കേട്ടോ. ഓരോ വർഷവും 17.9 മില്യൺ ആളുകൾക്ക് എന്തുണ്ടാവുന്നുണ്ട്? കാർഡിയോവാസ്കുലർ ഡിസീസുകൾ ഉണ്ടാവുന്നുണ്ട്. Then followed by, ഇനി അത് കഴിഞ്ഞ് വരുന്ന ഏതാ? ക്യാൻസേഴ്സ് അല്ലെ. നമ്മൾ കേൾക്കാറില്ലേ, മുൻപത്തേലും ഇപ്പോഴല്ലേ കൂടുതലും ക്യാൻസേഴ്സിന്റെ ഒക്കെ കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെ. നമ്മുടെ ജനിച്ച സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞാട്ടിനെ പറ്റി ഇത്രയും ക്യാൻസേഴ്സിനെ ഇത് കേൾക്കാറില്ലല്ലോ അല്ലെ. ഇപ്പൊ കുറെ ആളുകളിൽ ഇങ്ങനെയുള്ള രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു റേറ്റ് എടുക്കുന്നത് കേട്ടോ. നോക്കി, എവിടെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് എന്താ? ക്യാൻസേഴ്സ് ആണ്. ഞാനിപ്പോ ഒരു 3 മില്യൺ ആളുകളിൽ ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത് കേട്ടോ. ഒരു വർഷം 9.3 മില്യൺ ഓഫ് ആളുകൾക്ക് ക്യാൻസേഴ്സ് ബാധിക്കുന്നുണ്ട്.
Then chronic respiratory disease എന്ന് പറയുമ്പോൾ എന്താണ് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗങ്ങള് 4.1 മില്യൺ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദെൻ ഡയബറ്റിസ് അല്ലെ, ഡയബറ്റിസ് 2.0 മില്യൺ ഇൻക്ലൂഡിംഗ് കിഡ്നി ഡിസീസ് ഡെത്ത് കോസ്ഡ് ബൈ ഡയബറ്റിസ്. ഡയബറ്റിസ് വന്ന ഒത്തിരി പേർക്ക് കിഡ്നി ഡിസീസുകൾ വഴി അവർ മരണപ്പെടുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എത്രയാണ് 2 മില്യൺ ആളുകൾക്ക് ഒരു വർഷം എന്തുണ്ടാവുന്നുണ്ട്, ഡയബറ്റിസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും ഓൾമോസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ തന്നെയാണ്. ഈ പറയുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചിട്ടുള്ള രോഗവ്യാപനം എന്ന് പറയുന്ന ഡിസീസുകളിൽ വരുന്ന കാര്യങ്ങൾ. ഇത് കമ്മ്യൂണിക്കബിൾ ഡിസീസുകളല്ല, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള പകർച്ചവ്യാധികളൊന്നുമല്ല, എന്നാൽ പോലും ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഡിസീസ് പ്രിവാലൻസിലുള്ളവയാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അത് കഴിഞ്ഞ് ക്യാൻസർ വരുന്നുണ്ട്, അതിന് തൊട്ട് പിന്നാലെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസുകൾ വരുന്നുണ്ട്, അതിന് തൊട്ട് പിന്നാലെ എന്ത് വരുന്നുണ്ട്, ഡയബറ്റിസ് വരുന്നുണ്ട്. ക്ലിയർ ആണോ? ആ ഒരു ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. Then next, what increases the prevalence of disease? ഇനി എന്തൊക്കെ വഴിയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഡിസീസിന്റെ പ്രിവാലൻസ് അല്ലെങ്കിൽ വ്യാപനം വർദ്ധിപ്പിക്കുന്നത്? The prevalence increases when new disease cases are detected, that is incidence. എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പുതിയ കേസ്, എന്താണ് ഒരു പുതിയ രോഗ കേസുകള് കണ്ടെത്തുമ്പോഴാണ് വ്യാപനം വർദ്ധിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കിയോ, നിങ്ങള് പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ അവിടെ രോഗവ്യാപന നിരക്ക് വർദ്ധിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? എങ്ങനെ വരുമ്പോഴാണ് അവിടെ രോഗവ്യാപനം കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത്? പുതിയ പുതിയ കേസുകള് ഡിറ്റക്ട് ചെയ്യുമ്പോ അല്ലെ, കണ്ടെത്തുമ്പോഴാണ് അല്ലെ രോഗവ്യാപനം. ഇതിനു വേണ്ടി നിങ്ങൾ ആ ഒരു കോവിഡിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിയേ, കോവിഡിന്റെ കേസ് നമുക്കറിയാം, ഒരു ആദ്യം കുറച്ച് പേരുടെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ. ആദ്യത്തെ കേസുകളിൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് അവരത് കണ്ടുപിടിച്ചോ? ഇല്ല, കുറച്ച് പേർക്കായിരുന്നു ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. അത് കഴിഞ്ഞ് അപ്പൊ അവിടുത്തെ രോഗവ്യാപന നിരക്ക് എങ്ങനെയായിരുന്നു? കുറവായിരുന്നു അല്ലെ. പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? കുറവായിരുന്നു അല്ലെ. അതേസമയം പിന്നെയും കുറെ പേര് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോ ഒത്തിരി പേര് പോസിറ്റീവ് ആയില്ലേ. അപ്പൊ അപ്പോഴെവിടെ എന്തായി? പുതിയ കേസുകള് ഡിറ്റക്ട് ചെയ്തു അല്ലെങ്കിൽ കണ്ടെത്തി. അപ്പൊ അവിടുത്തെ പ്രിവാലൻസ് റേറ്റ് കൂടിയോ കുറഞ്ഞോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൂടിയോ കുറഞ്ഞോ? അവിടുത്തെ പ്രിവാലൻസ് റേറ്റ് എന്താണ് ചേഞ്ച് ഉണ്ടായത്? കൂടിയോ കുറഞ്ഞോ? കൂടി അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ പ്രിവാലൻസ് എപ്പോഴും വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ രോഗവ്യാപനം വർദ്ധിപ്പിക്കുന്നത് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ പുതിയ കേസുകൾ, രോഗ അവസ്ഥകൾ അല്ലെങ്കിൽ രോഗത്തിന്റെ പുതിയ രോഗ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് അവിടെ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്നത്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആയോ? അത് മനസ്സിലായോ? എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത് മനസ്സിലായോ? ഓക്കെ. ദെൻ ഇനി അത് കുറയുന്നത് എപ്പോഴായിരിക്കും കുറയുന്നത്? And the prevalence decreases when a patient is either cured or died. അല്ലെ, ഡൈസ്. ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസ് ഒരു പോപ്പുലേഷനിൽ ഇപ്പൊ ഒരു കോവിഡിന്റെ കേസ് തന്നെ നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം, വന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് ആളുകൾ പോസിറ്റീവ് ആയപ്പോൾ അവിടെ എന്തായി? പ്രിവാലൻസ് ഇൻക്രീസ്ഡ് ആയി, രോഗവ്യാപന നിരക്ക് കൂടി ഇല്ലേ. ഇനി കുറെ സമയം കഴിഞ്ഞ് നമ്മുടെ വാക്സിനുകളൊക്കെ എടുത്ത സമയത്ത്, വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് അതിൽ നിന്ന് ക്യൂർ ആയില്ലേ? രോഗം ഭേദമായില്ലേ? അവർക്ക് സുഖം പ്രാപിച്ചില്ലേ? അതുപോലെ ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? മരിച്ചുപോയി ഇല്ലേ, മരണപ്പെട്ടില്ലേ കോവിഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ സമയത്ത് അപ്പോഴും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, അതായത് രോഗം വന്നു, അപ്പൊ പ്രിവാലൻസ് റേറ്റ് കൂടി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? വാക്സിന് കാര്യങ്ങളൊക്കെ എടുത്തു, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് അതിൽ നിന്ന് ക്യൂറായി ഇല്ലേ, അതിൽ നിന്ന് സുഖം പ്രാപിച്ചു. അതുപോലെ കുറച്ചു പേര് അതുവഴി മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ പ്രിവാലൻസ് റേറ്റ് കൂടുവോ കുറയോ? അപ്പൊ അവിടുത്തെ പ്രിവാലൻസ് റേറ്റ് ഡിക്രീസ് ചെയ്യും, കുറയും അല്ലെ. കാരണം എന്താ? അവിടുത്തെ രോഗവ്യാപന നിരക്ക് കുറഞ്ഞു. അത്രയും രോഗികൾ അവിടെ പിന്നെ ഇല്ല അല്ലെ. രോഗികൾ എന്ത് ചെയ്തു? അവർ സുഖം പ്രാപിച്ചു, അല്ലെങ്കിൽ കുറച്ചു പേര് മരണപ്പെട്ടു പോയി. അപ്പൊ അവിടെ രോഗവ്യാപന നിരക്ക് കുറഞ്ഞു. കിട്ടിയോ അതെന്താന്നുള്ളത്? വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് ഡിസീസ്. അപ്പൊ ഒരു രോഗവ്യാപനം കൂടണമെങ്കിൽ അവിടെ പുതിയ ഡിസീസുകൾ എപ്പോഴാണോ കണ്ടെത്തുന്നത് അവിടെ അപ്പൊ രോഗവ്യാപനം കൂടുകയാണ്. അതേസമയം ആ രോഗവ്യാപന നിരക്ക് കുറയുക
പറയണമെങ്കിൽ അവർ ഒന്നില്ലെങ്കിൽ ആ രോഗികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ രോഗത്തിൽ നിന്ന് ക്യൂർ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സുഖം പ്രാപിച്ചിട്ടുണ്ടാവാം. ക്ലിയർ ആണോ? വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് ഡിസീസ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് പ്രിവാലൻസ്. ആ ഒരു 3 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിലേതെങ്കിലും സ്പെസിഫിക് ആയിട്ട് പോയിന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിലേതെങ്കിലും ടൈപ്പ് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ 3 ടൈപ്പാണ് നമുക്ക് പ്രിവാലൻസിന് പഠിക്കാനുള്ളത്. പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ദെൻ ലൈഫ് ടൈം പ്രിവാലൻസ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു പോയിന്റ് ഒരു പ്രത്യേക സമയപരിധി, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സമയം നമ്മൾ പറയുന്നത്, ആ ഒരു പ്രത്യേക ടൈമില് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് എത്രത്തോളം ഹെൽത്ത് ഇവന്റ്സ്, നോക്കിയത് പോയിന്റ് പ്രിവാലൻസ്, ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൻ ടൈം. അവിടെ നമ്മുടെ ആ ഒരു രോഗവ്യാപനം എന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണുന്നത്, രോഗവ്യാപന നിരക്ക് കാണുന്നത് ആ ഒരു സമയപരിധി. ഇത് എപ്പോഴും ആ ഒരു സമയപരിധിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പുകൾ തിരിച്ചിരിക്കുന്നത്. അതിൽ പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയും, നിങ്ങൾ ആ ഒരു പോയിന്റ് എന്നുള്ള ഒരു വേർഡിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കിയേ. ഒരു പർട്ടിക്കുലർ ഒരു സർട്ടൻ ടൈം പറയുന്നത് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം പീരീഡില് ഉണ്ടാവുന്ന ഹെൽത്ത് ഇവന്റ്സ് അല്ലെങ്കിൽ ആരോഗ്യ സംഭവങ്ങള്, അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നേ, പോയിന്റ് പ്രിവാലൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ നിങ്ങൾ കണക്ട് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആ ഒരു പർട്ടിക്കുലർ ടൈമില് അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത കാലയളവിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളില് എത്രത്തോളം ഹെൽത്ത് ഇവന്റ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കേസുകളുടെ എണ്ണം, അതാണ് ഇവിടെ ആ ഒരു പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അത് പല ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് നമ്മൾ കാണുന്നത്? ഒരു പർട്ടിക്കുലർ സർട്ടൻ ടൈമില്, ഒരു നിശ്ചിത സമയത്തില് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളില് എത്രത്തോളം ആരോഗ്യ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ടെന്നാണ് പോയിന്റ് പ്രിവാലൻസിൽ പറയുന്നത്. കിട്ടിയോ? പോയിന്റ് പ്രിവാലൻസ് എന്താണെന്ന് മനസ്സിലായോ? ആ ഒരു സമയപരിധി അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു സർട്ടൻ ടൈമിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അവിടെ പ്രിവാലൻസ് റേറ്റ് കണക്കാക്കുന്നത്. പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്താ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു എ പീരിയഡ് ഓഫൺ 12 months. ഇവിടെ പ്രത്യേകമായിട്ട് ആ പീരിയഡ് പറയുന്നുണ്ട്. എത്രയാണ്? 12 മാസം. ആ ഒരു 12 മാസത്തിനുള്ളിൽ ആ ഒരു നിശ്ചിത സമയ പരിധി, ആ ഒരു പീരിയഡ് ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 12 മാസം. ആ ഒരു 12 മാസത്തിനുള്ളിൽ നടക്കുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കേസുകളുടെ നമ്പറാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് പ്രിവാലൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? അത് രണ്ടെണ്ണം. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ ടൈമാണ്, ഒരു നിശ്ചിത സമയം നമ്മൾ അവിടെ പറയുന്നുണ്ട്. ആ സമയത്തിനുള്ളിലുള്ള നമ്പർ ഓഫ് കേസസ് ആണ് പോയിന്റ് പ്രിവാലൻസ്. എന്നാൽ പീരിയഡ് പ്രിവാലൻസ് പറയുമ്പോൾ അവിടെ പ്രത്യേക പീരിയഡ് ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയാണ്? 12 മാസം. ആ ഒരു 12 മാസത്തിനുള്ളിൽ വരുന്ന നമ്പർ ഓഫ് കേസസിന്റെ എണ്ണമാണ് പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ലൈഫ് ടൈം പ്രിവാലൻസ്. അപ്പൊ തന്നെ അവിടുത്തെ നമുക്ക് ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ തന്നെ നമുക്ക് കിട്ടുകയാണ് ആൻസർ. എന്താ ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. എന്താ? നമ്മുടെ ജീവിത കാലഘട്ടത്തിനെ പരാമർശിക്കുന്ന ആരോഗ്യ കേസുകളുടെ എണ്ണമാണ്. അവിടെ ഒരു ലൈഫ് ടൈം ആണ്, നമ്മുടെ ആ ഒരു ടോട്ടൽ ലൈഫ് ടൈം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു ജീവിത കാലഘട്ടത്തിനുള്ളിൽ വരുന്ന നമ്പർ ഓഫ് കേസസ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പൊ ഒരു പോപ്പുലേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ പോപ്പുലേഷനിലുള്ള സർട്ടൻ ടൈമിൽ വരുന്ന നമ്പർ ഓഫ് കേസുകളാണെങ്കിൽ അത് പോയിന്റ് പ്രിവാലൻസിൽ വരും. ഒരു 12 മാസം എന്ന് പറയുന്ന ആ ഒരു പരിധിക്കുള്ളിലുള്ള ആ ഒരു പീരിയഡിനുള്ളിൽ വരുന്ന നമ്പർ ഓഫ് കേസസ് ആണെങ്കിൽ അത് പീരിയഡ് പ്രിവാലൻസിൽ വരുന്നുണ്ട്. എന്നാൽ ഒരു ലൈഫ് ടൈം എന്താണ്? ഒരു ടോട്ടൽ ലൈഫ് ടൈം, നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത കാലഘട്ടത്തിൽ ലൈഫ് ടൈം ആയിട്ട് ജീവിത സമയപരിധിക്കുള്ളിലാണ് വരുന്നതെങ്കിൽ, നമ്പർ ഓഫ് കേസസ് ആണ് വരുന്നതെങ്കിൽ അതെന്താ? ലൈഫ് ടൈം പ്രിവാലൻസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ടൈപ്സ് ഓഫ് പ്രിവാലൻസ് ആ ഒരു 3 എണ്ണവും നിങ്ങൾക്ക് മാറിപ്പോവില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പോയിന്റിന്റെ ആ ഒരു വേർഡിന്റെ മനസ്സിലാക്കി വെച്ചാൽ മതി. പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ ടൈം അവിടെ പറയുന്നുണ്ട്. ആ ഒരു സർട്ടൻ ടൈമിനുള്ളിലായിരിക്കും. പീരിയഡ് എന്ന് പറയുമ്പോൾ ഒരു 12 മാസത്തെ കണക്ക് പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. അതിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് അത് ഏത് ടൈപ്പിൽ വരുന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്താ?
ടോട്ടൽ ലൈഫ് ടൈം നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത കാലഘട്ടത്തെ പരാമർശിക്കുന്ന അതിൽ എത്രത്തോളം നമ്പർ ഓഫ് കേസുകൾ വരുന്നുണ്ട്, അതാണ് ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ടൈപ്സ് ഓഫ് പ്രിവാലൻസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫോർമുലയാണ് കേട്ടോ. ആ ഒരു ഫോർമുലയും കൂടി നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, പോയിന്റ് പ്രിവാലൻസിന്റെ മാത്രം ഒരു ഫോർമുലയാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാ ടൈപ്പിന്റെ ഒന്നും പറയുന്നില്ല. പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല പറയുന്നത് നോക്കിയേ, നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് വട്ട് പോയിന്റ് ഓഫ് ടൈം. ആ ഒരു നിശ്ചിത സമയം, ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡിഫൈൻഡ് പോപ്പുലേഷൻ നമുക്ക് നിർവചിക്കപ്പെട്ടുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ടാവും. ആ ഒരു ഡിഫൈൻഡ് പോപ്പുലേഷനിൽ വരുന്ന നമ്പർ ഓഫ് കേസസ് എത്രയുണ്ട് ഡിവൈഡഡ് ബൈ number of people in a defined population at the same point of time. ആ സെയിം സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ പോപ്പുലേഷനിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഡിഫൈൻഡ് പോപ്പുലേഷനിൽ എത്ര നമ്പർ ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു, അതാണ് എന്തെന്ന് പറയുന്നത് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. അപ്പൊ ഇവിടെ ആ ഒരു പോയിന്റ് ഓഫ് ടൈം കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് ആ ഒരു നിശ്ചിത സമയത്ത് ആ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ നിർവചിച്ചിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ജനസംഖ്യയിൽ എത്ര നമ്പർ ഓഫ് കേസസ് ഉണ്ടായി, പുതിയതായിട്ടുള്ള നമ്പർ ഓഫ് കേസസ് അല്ലെങ്കിൽ പുതിയ പുതിയ രോഗങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്, അതിന്റെ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം divided by the number of people in a defined population at the same point of time. ആ സെയിം നിശ്ചിത സമയ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ആ സെയിം പോപ്പുലേഷനിൽ എത്ര നമ്പർ ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു, അതാണ് പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല. കിട്ടിയോ? ഫോർമുല ക്ലിയർ ആണോ? ജസ്റ്റ് അവിടെ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. മുകളിൽ വരുമ്പോ എന്താ നമ്പർ ഓഫ് കേസസ് ആണ് വരുന്നത്, താഴെ വരുമ്പോ എന്താ നമ്പർ ഓഫ് പീപ്പിൾ ആണ്, ആ പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ആളുകളുടെ എണ്ണമാണ്. ന്യൂമറേറ്ററിൽ വരുമ്പോ നമ്പർ ഓഫ് കേസസിന്റെ എണ്ണമാണ്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഒന്നുകൂടി പറയണോ? പോയിന്റ് ഓഫ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു ന്യൂമറേറ്ററിൽ വരുമ്പോ എന്താ വരുന്നത്, ആ ഒരു പോയിന്റ് വൺ പോയിന്റ് ഓഫ് ടൈം, ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു നിശ്ചിത സമയം പറയുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ, അതാണ് ഡിഫൈൻഡ് പോപ്പുലേഷൻ, നിർവചിച്ചിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ. നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ കണക്കിൽ തരുന്നത് ആ ഒരു പോപ്പുലേഷനില് എത്ര നമ്പർ ഓഫ് കേസസ് ഉണ്ടായിട്ടുണ്ട് divided by the number of people in a defined population at the same point of time. അതേ സെയിം സമയത്തിനുള്ളിൽ ആ പോപ്പുലേഷനിലുള്ള ആളുകളുടെ എണ്ണം. കിട്ടിയോ? ഫോർമുല ക്ലിയർ ആണോ? അപ്പൊ മുകളിൽ എന്താ നോക്കേണ്ടത്, എത്ര നമ്പർ ഓഫ് കേസ് ഉണ്ട്, താഴെ എന്താ നോക്കേണ്ടത്, എത്ര നമ്പർ ഓഫ് ആളുകൾ ആ പോപ്പുലേഷൻ ഉണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ വരും. ക്ലിയർ ആണോ? ഫോർമുല ക്ലിയർ ആയോ? ഓക്കെ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബാക്കി ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. യൂസ് ഓഫ് പ്രിവാലൻസും ബാക്കിയുള്ള ഭാഗങ്ങളും. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am.